ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞളും ഉപ്പും വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തതിലേക്ക് കുരുമുളക്, മഞ്ഞൾ, ഉപ്പ് എന്നിവ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലാണ് ചേർക്കുന്നത്. നമ്മൾ ഈ കറിയിലേക്ക് ഒരു പൊടികളും, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിനാവശ്യമായിട്ടുള്ളത് കുരുമുളകും പച്ചമുളകും ചില്ലി ഫ്ലേക്സുമാണ്. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മഞ്ഞളും കുരുമുളകും ഒക്കെ തിരുമ്മി വെച്ചിട്ടുള്ള മഷ്റൂം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രീമിനുള്ള ഞാൻ ഇവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തത്. ഒരു 5 സ്പൂൺ മിൽക്ക് പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് യോജിപ്പിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇത് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മഷ്റൂമിന് ഇത്രയേ വേണ്ടൂ. അതുപോലെ കുരുമുളകും ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം പെപ്പർ കൂടെ ഇട്ട് കൊടുത്ത് ഇതൊരു പെപ്പർ റോസ്റ്റ് ആയിട്ട് ഈ ഒരു സമയം തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമ്മളിവിടെ ഏതായാലും ഒന്ന് ക്രീമി ആക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലായാലും ഭയങ്കര ടേസ്റ്റാണ്. ഈ സമയം ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുരുമുളക് ഇനിയും വേണ്ടവർക്ക് കുരുമുളക് പൊടി ധാരാളമായിട്ട് ഇടാം. ഈ ഒരു അവസ്ഥയിൽ ഇതിന് ഇങ്ങനത്തെ ഒരു പാല് ചേർത്തുകൊണ്ടാണ് കുറച്ച് തിളപ്പിച്ചത്. തേങ്ങാപ്പാലാണെങ്കിൽ ഇത്രയും നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ക്രീമി ഒരു റോസ്റ്റഡ് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. ടേക്ക് കെയർ.